قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم وصدق بلغ رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ളത് ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത് സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകൾക്ക് ഏത് നമസ്കാരത്തിനും മസ്ജിദിൽ പോകാൻ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പോകാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. അതിനവർക്ക് അവകാശമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, ഇത് നമ്മൾ ഇത്രയും കൃത്യവും വ്യക്തവുമായി പറയാനുള്ള പ്രധാന കാരണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ പോകുന്നതിൽ നിന്നും തടയരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വളരെ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് അവരുടെ അവകാശമാണ്. ഈ അവകാശത്തെ തടുക്കാൻ ആർക്കും അവകാശമില്ല. ചരിത്രത്തിൽ ആരും അതിന് മുതിർന്നിട്ടുമില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂലാണ് അതിന് അനുവാദം കൊടുത്തിട്ടുള്ളത്. എന്നു മാത്രമല്ല, തടയരുത് എന്ന് വ്യത്യസ്തമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, അതുപോലെ തന്നെ മുസ്നദ്, തുർമുദി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ 34 ഹദീസുകളുണ്ട്. സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് പറയുന്ന 34 ഹദീസുകളുണ്ട്. അതുമാത്രമല്ല, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സാധാരണ നമസ്കാരങ്ങൾക്കും ഗ്രഹണ നമസ്കാരം, തറാവീഹ് നമസ്കാരം, അതുപോലെ തന്നെ ജുമാ നമസ്കാരം, പെരുന്നാൾ നമസ്കാരം, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം സ്ത്രീകൾ, പ്രവാചക പത്നിമാരടക്കമുള്ള സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന 150ഓളം ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കണ്ണുമിഴിച്ച് കിടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിരിക്കെയാണ് നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ സ്ത്രീ പള്ളിപ്രവേശനത്തെ എതിർക്കുന്നത്. കാരണം സാധാരണ ജനങ്ങൾ ഇതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോവില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും പച്ചയായ അസത്യം പറഞ്ഞ്
ഈ പാവപ്പെട്ട സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. എന്നു മാത്രമല്ല, പള്ളിപ്രവേശനത്തെ എതിർക്കുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ എഴുതുകയും പറയുകയും ചെയ്യുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അപ്പോഴാണ് വസ്തുത എന്താണ്, ഇവരെന്താണ് നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അവർ പറയുന്ന കൂട്ടത്തിൽ പറയാറുണ്ട്, സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ്. അള്ളാന്റെ റസൂല് പറയുന്നത് തടയരുതെന്ന്, ഇവര് പറയുന്നു ഹറാമാണ്, നിഷിദ്ധമാണ്, വിലക്കപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു വിലക്കരുത് എന്ന്, ഇവര് പറയുന്നു വിലക്കപ്പെട്ടതാണ് എന്ന്. ചിലപ്പോൾ പറയും കറാഹത്താണ്, ഇപ്പൊ ഹറാമാണെന്ന് പറയും. കടുത്ത അനാചാരമാണ്. ആര്? സ്ത്രീ പള്ളിയിൽ പോകുന്നത് കടുത്ത അനാചാരമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും മനസ്സിലാക്കി പോകരുത്, നമ്മൾ പറഞ്ഞു വരുന്നത് എല്ലാ വഖത്തിലും പുരുഷന്മാർ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്നത് പോലെ ഭാര്യമാർ, നമ്മുടെ പെണ്ണുങ്ങൾ എല്ലാ വഖത്തിലും പള്ളിയിലേക്ക് പോയി നമസ്കരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഇവര് പറഞ്ഞു വരുന്നത് എല്ലാ പെണ്ണുങ്ങളെയും എല്ലാ വഖത്തിലും പള്ളിയിൽ പോയി നമസ്കരിക്കണം എന്നാണ് ഈ പറഞ്ഞ് സമർത്ഥിച്ചുകൊണ്ട് വരുന്നത് എന്ന് ആദ്യം പറഞ്ഞു വെച്ചിട്ടും അങ്ങനെ എല്ലാന്ന് പിന്നെ തെളിയിക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. അങ്ങനെ എല്ലാം ഇപ്പോഴും പള്ളിയിൽ എപ്പോഴും പോകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുമില്ല. നമ്മളും അങ്ങനെ പറയുന്നില്ല. ആർക്കും അങ്ങനെ പറയാനും അവകാശമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞത് അവർ പോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തടയരുത്. പോകുന്നവർ പോയിക്കോട്ടെ, പോകാത്തവർ വേണ്ടതില്ല. ഈ നിലപാടാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ പറ്റുക. അതിനപ്പുറത്ത് കടുത്ത അനാചാരമാണ്, ബിദ്അത്താണ് എന്ന് പറയാൻ ഇവരാരാ? ഇവർക്ക് ഇതിനുള്ള അവകാശം നൽകിയതാരാ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെന്താ വിചാരിച്ച ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണെന്നാണോ ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബിദ്അത്ത് എന്ന് അങ്ങോട്ട് പറയുമ്പോൾ? അതുപോലെ തന്നെ പള്ളികൾ പുരുഷന്മാർക്ക് മാത്രമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലുണ്ടെന്ന് പള്ളികൾ പുരുഷന്മാർക്ക് മാത്രമാണെന്ന്. അള്ളാന്റെ റസൂലിന് പോലും ഖുർആൻ തിരിഞ്ഞില്ലേ? തടയരുന്ന് പറഞ്ഞതിനാ പുരുഷന്മാർ മാത്രമാണ് പള്ളിയിലേക്ക് പോകാൻ പാടുള്ളൂ എങ്കിൽ ആ ഖുർആൻ നമുക്ക് നൽകിയ റസൂലിന് മനസ്സിലായില്ലേ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് പള്ളി, സ്ത്രീകൾക്ക് അങ്ങോട്ട് വരേണ്ടതില്ല, പിന്നെ തടയേണ്ടതില്ല എന്ന് പറഞ്ഞതിനാണ് റസൂല്. ഹിജാബിന് ശേഷം പള്ളി പ്രവേശനം ഉണ്ടായിട്ടില്ല. ഇത് പലയിടങ്ങളിലും നമുക്ക് കാണാം. നിങ്ങൾ ആരോടെങ്കിലും ചെന്ന് സംസാരിച്ചാൽ അവരും പറയുക ഹിജാബിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും. പച്ചക്കള്ളമാണത്. ഹിജാബിന് ശേഷം ഒത്തിരി സ്ത്രീകൾ പള്ളിയിൽ പോയതിൻ്റെ പ്രമാണങ്ങൾ എന്താണോ അതിലുണ്ട്. അതുപോലെ തന്നെ അനിസ്ലാമികമാണ് പള്ളിയിൽ പോക്ക്. അപ്പം റസൂല് തടയരുതെന്ന് പറഞ്ഞതെന്തെന്നാ? അനിസ്ലാമികമായ ഒരു കാര്യം റസൂല് തടയരുതെന്ന് പറഞ്ഞു. അപ്പം റസൂൽ ആരായി? ഇത് അനിസ്ലാമികമാണെന്ന് പറയുമ്പോൾ റസൂല് പറയണത് തടയരുതെന്ന്. അപ്പം റസൂൽ ആരായി? അനിസ്ലാമികമായ കാര്യത്തിലേക്ക് പോകുന്നത് തടയരുതെന്ന് പറഞ്ഞ ആളായി റസൂല്. എല്ലാം ചിന്തിക്കൂലല്ലോ. വെപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ പറയും. ഇതെവിടെയൊക്കെയാണ് ചെന്ന് കൊള്ളുന്നതെന്ന് ആലോചിക്കൂല. നല്ല പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. ഇതാരാ പറഞ്ഞതെന്നറിയാമോ? ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്, നല്ല പെണ്ണുങ്ങളാരും പള്ളിയിൽ പോവില്ല. അപ്പോൾ പള്ളിയിൽ പോകുന്ന പെണ്ണുങ്ങൾ ആരായി? മോശക്കാരായി. അതുപോലെ തന്നെ ജമാഅത്തിന് പോകാൻ പെണ്ണുങ്ങൾക്ക് അവകാശമില്ല. റസൂല് പറഞ്ഞു തടയരുത്, നിങ്ങൾക്ക് പോകാം. ഇവർ പറയണ ഒരവകാശമില്ല. പ്രസ്ഥാനങ്ങളിലേക്ക് യുവാക്കളെ കൊണ്ടുവരാൻ വേണ്ടി പുത്തൻ പ്രസ്ഥാനക്കാർ പടച്ചുണ്ടാക്കിയതാണ്. പ്രസ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനങ്ങൾ പടച്ചുണ്ടാക്കിയതാണ്. എന്ത്? ഇതൊക്കെ എവിടെയൊക്കെ കൊള്ളൂന്ന് എൻ്റെ സഹോദരന്മാർക്കറിയാവോ? പോകാന്ന് പറഞ്ഞത് ആരാ? അള്ളാന്റെ റസൂലാണ്. ഇവരിതിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എവിടെ ചെന്നാണ് കൊള്ളുക? അതൊന്നും ചിന്തിക്കാറില്ല. കാരണം ഇത് സ്ഥാപിക്കാനുള്ള വെപ്രാളത്തിൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, ഇത് എവിടെയൊക്കെയാണ് ചെന്ന് കൊള്ളുന്നതെന്നൊന്നും ഇവർ ആലോചിക്കാറില്ല. അതുപോലെ തന്നെ ഇത് ജൂതായിസമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്ന് പറയുന്നത് ജൂതായിസമാണ്. അവസാനം സ്ത്രീ പള്ളി പ്രവേശം വാദിക്കുന്നവർക്കെതിരെ നമുക്ക് ഒന്നിക്കേണ്ടതുണ്ട്. ഇത്
ഇവർ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ നോക്കി പറഞ്ഞത്. ഇവരുടെ വ്യത്യസ്ത പുസ്തകങ്ങളിലും ഒക്കെ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അരിയാഹാരം കഴിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത്രയും വലിയ ഗുരുതരമായ ഒരു അപരാധമാണ് സ്ത്രീകൾ പള്ളിയിൽ നമസ്കാരത്തിനായി പോകുന്നത് എങ്കിൽ നമ്മളും ഉത്തരം കണ്ടെത്തണം, ഇവരും മറുപടി പറയണം. പിന്നെന്തുകൊണ്ടാണ് റസൂൽ തടയരുത് എന്ന് പറഞ്ഞത്? ഇതിന് ഉത്തരം വേണം. എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലുമൊക്കെ വെള്ളക്കടലാസിൽ എഴുതി വെച്ചാൽ പോരാ. ഈ 34ഓളം സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന ഹദീസാണ്. നിങ്ങൾ തടയരുത്, ലാ തംനഉ, നിങ്ങൾ തടയരുത്, നിർദ്ദേശമാണത്. അതുകൊണ്ട് ഇവരുടെ അവകാശമാണ്. ആ അവകാശം വേണമെങ്കിൽ അവർക്ക് വിനിയോഗിക്കാം, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഇത് സ്ത്രീകളുടെ അവകാശമാണെന്ന് പറയുമ്പോൾ അവർ പൊയ്ക്കൊള്ളണമെന്നല്ല. ആ അവകാശം വേണമെങ്കിൽ അവർക്ക് വിനിയോഗിക്കാം, ഇല്ല വേണ്ട. പക്ഷെ അവകാശമുണ്ട് പോകാൻ. അത് തടയാൻ ഇവിടുത്തെ ഒരു മഹ്ലൂക്കിനും, അവ എത്ര വലിയ കാതിൽ കുതാത്താണെങ്കിലും അവകാശമില്ല. നമ്മളത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇതിനുത്തരം മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടക്കം പള്ളിയിൽ പോയതിൻ്റെ 150ഓളം ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. പ്രാമാണിക ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ബുഖാരിയിലുണ്ട്, അതുപോലെ തന്നെ മുസ്ലിമിലുണ്ട്, തുർമുദിയിലുണ്ട്, പിന്നെ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ ഞാനത് സൂചിപ്പിച്ചതാണ്. അപ്പം ഇത്രയും വലിയ അപരാധമാണെങ്കിൽ ഇവരൊക്കെ പോയത് ഈ അപരാധത്തിലേക്കാണോ? ഉത്തരം വേണ്ടേ? ഇതിന് മറുപടി കണ്ടെത്തേണ്ടതില്ലേ നമുക്ക്? അപ്പോൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്ന ഇത് സംബന്ധമായി ഇവർ പറയുന്നതെല്ലാം അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ആണ്. അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ആണ് ഇവർ ഈ പാവപ്പെട്ട ജനതയുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസ്തുത അതല്ല. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇസ്രായേല്യരോട് പറഞ്ഞ ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതഖ്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. ഇസ്രായേല്യരോട് അള്ളാഹു പറഞ്ഞതാണ്, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, നിങ്ങൾ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കരുത്. വതഖ്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ, മനഃപൂർവ്വം സത്യത്തെ മറച്ചു പിടിക്കുകയും ചെയ്യരുത്. ഇത് ഇസ്രായേല്യരോട് അള്ളാഹു പറഞ്ഞതാണ്. സത്യത്തിൽ ഇക്കാലത്ത് ഈ വിഷയത്തിൽ ഇവർ ചെയ്യുന്നതും ഇത് തന്നെയാണ്. എന്തെങ്കിലുമായിട്ട് ചെല്ലുന്ന ആളുകളെ സത്യവും അസത്യവും ഒക്കെ കൂട്ടിക്കുഴച്ച് ആകെ കൺഫ്യൂഷനാക്കും, ആകെ ആശയക്കുഴപ്പമുണ്ടാക്കും. സത്യത്തെ മനഃപൂർവ്വം മറച്ചു പിടിക്കുകയും ചെയ്യും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആരോടെങ്കിലും വ്യാപകമായിട്ട് ഈ സ്ത്രീ പള്ളിപ്രവേശനം പാടില്ല, അത് അനിസ്ലാമികമാണ്, ബിദ്അത്താണ്, ഹറാമാണ്, കടുത്ത അനാചാരമാണ്, ജൂദായിസമാണ് എന്നൊക്കെ ഇവർ പറയുമ്പോൾ, ആ പറയുന്നതിന് ഇവർ ഈ പാവപ്പെട്ട ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പുൽക്കൊടികളുണ്ട്, കച്ചിത്തുരുമ്പുണ്ട്. അതിൽപ്പെട്ട ഒരു കച്ചിത്തുരുമ്പാണ് നമ്മൾ പ്രഭാഷണങ്ങളിലൊക്കെ കേൾക്കും, ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതോടുകൂടി സംശയമായിട്ട് ചെല്ലുന്ന ആൾക്കും തൃപ്തിയാവും, തിരിച്ചൊന്നും അങ്ങേർക്ക് പറയാനുണ്ടാവില്ല. അപ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമം എന്നുള്ളത്. ഇവർ സാധാരണ പറയുമ്പോൾ ഇത്രേ പറയുള്ളൂ, ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്ത് റസൂല് അങ്ങനെ ഒരു സ്വതന്ത്ര സ്റ്റേറ്റ്മെന്റ് നടത്തിയതല്ല. അത് അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ ഹദീസ് സമാഹാരത്തിൽ ഉദ്ധരിച്ചതാണ് ഈ ഹദീസ്. ആ ഹദീസ് അവിടെ നിന്നല്ല തുടങ്ങുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? ലാ തംനഉ നിസാഉകുമുൽ മസ്ജിദ്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ മസ്ജിദിൽ നിന്ന് തടയരുത് എന്ന് റസൂല് ആദ്യം പറഞ്ഞതിന് ശേഷമാണ് റസൂല് പറയുന്നതെന്ന് ഇപ്പം ഞാൻ പറയാണ്. ഇനി റസൂല് പറഞ്ഞതാണോ നമുക്ക് വേറെ അന്വേഷിക്കണം. ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, അവർക്ക് വീടാണ് ഉത്തമം എന്ന് പിന്നെയാണ് റസൂൽ അതിനോട് ചേർത്ത് വെച്ച് പറയുന്നത്. അല്ലാതെ റസൂല് ഒരു സ്വതന്ത്ര സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന നടത്തുകയല്ല ചെയ്തത്, പെണ്ണുങ്ങൾക്ക് അവർക്ക് വീടാണ് കേട്ടോ ഉത്തമം എന്ന് പറയല്ല ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇങ്ങനെ റസൂല് പറയൂ?
അങ്ങനെ റസൂൽ പറയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? റസൂൽ പറയേണ്ടത് എങ്ങനെയാ ശരിക്കും? ഇവർ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ, ഇവർ പറയുന്ന അത്രയും അപരാധമാണ് പള്ളിയിൽ പോകുന്നതെങ്കിൽ റസൂൽ പറയേണ്ടത് എന്താണ്? നിങ്ങൾ സ്ത്രീകളെ തടയണം, അവർക്ക് വീടാണ് ഉത്തമം എന്നാണ് പറയേണ്ടത്. എന്താണ് റസൂൽ പറയേണ്ടത്? അതല്ലെങ്കിൽ സഹോദരിമാരെ, പെണ്ണുങ്ങളെ, നിങ്ങൾ പള്ളിയിലേക്ക് വരരുത്, നിങ്ങൾക്ക് വീടാണ് ഉത്തമം എന്നാണ് പറയേണ്ടത് റസൂല്. അതിന് പകരം റസൂൽ പറഞ്ഞ എന്താണ്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിമ സ്ത്രീകൾ, അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ തടയരുത്. ലാ തംനഉ നിസാഉകുമുൽ മസ്ജിദ്, നിങ്ങളുടെ പെണ്ണുങ്ങളെ പള്ളികളെ തൊട്ട് തടയരുത്. ബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന, അവർക്ക് വീടാണ് ഉത്തമം എന്നാണ് പറയുന്നത്. പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇവർ പറയുന്ന അർത്ഥത്തിൽ ഇത്രയും വലിയ അപരാധമാണെങ്കിൽ റസൂൽ ഇങ്ങനെയല്ല പറയേണ്ടത്. ഇനി നമ്മൾ പരിശോധിക്കേണ്ട റസൂൽ ഇങ്ങനെ പറയുമെന്നാണ്. റസൂൽ ആരാ? റസൂൽ ആരാണ്? റസൂൽ ആരാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹും ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദൗത്യത്തെക്കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്. എന്താ ദൗത്യം? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വയുഹില്ലു ലഹും ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, നല്ല കാര്യങ്ങൾ അനുവദിക്കുക, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുക. ഇതാണ് റസൂല്. ഇതാണ് റസൂൽ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ ഇവര് പറയുന്ന അർത്ഥത്തിലുള്ളതാണ് പള്ളിയിൽ പോക്കും അവിടെയുള്ള നമസ്കാരവും, സ്ത്രീകൾ പള്ളിയിൽ പോക്കും അവിടെയുള്ള നമസ്കാരവും എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾ തടയരുത് എന്ന് പറയില്ല. ഈ ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതാണെങ്കിൽ അതിൻ്റെ മുൻപിൽ കൊണ്ടുപോയി നിങ്ങൾ തടയരുത് എന്ന് അള്ളാഹിൻ്റെ റസൂല് പറയില്ല എന്ന് ഞാൻ പറയുന്നത് റസൂല് ഉത്തമവും ഉത്തമത്തെക്കാൾ ഉത്തമവും പറയാമെന്നൊരു പ്രവാചകനാണ്. ഉത്തമവും ഉത്തമത്തെക്കാൾ ഉത്തമവും പറയാൻ വന്ന ഒരു പ്രവാചകൻ ഉത്തമമായ കാര്യം ഇന്നതാണെന്ന് പറഞ്ഞിട്ടും ഉത്തമമല്ലാത്ത കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത് തടയരുതെന്ന് അള്ളാഹിൻ്റെ റസൂല് പറയുമെന്ന് നിങ്ങളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഉത്തമമായ കാര്യം വീട്ടിൽ നിസ്കരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ പുറത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന എന്തായി? ഉത്തമമല്ലാത്തതായി. അപ്പോൾ ഉത്തമമായ കാര്യം പറഞ്ഞതിന് ശേഷം ഉത്തമമല്ലാത്തതിലേക്ക് ഒരാൾ പോകുമ്പോൾ നിങ്ങൾ തടയരുത് എന്ന് അള്ളാഹിൻ്റെ റസൂല് പറയുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. റസൂൽ അങ്ങനെ പറയില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഉത്തമം വീടാണെന്ന് റസൂല് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നത് എന്തായി? ഉത്തമമല്ലാത്തതായി. രണ്ടും ഉത്തമാവുമല്ലോ. വീടാണ് ഉത്തമമെങ്കിൽ പള്ളിയിലേക്ക് പോകുന്ന ഉത്തമമല്ലാത്തതായി. അപ്പൊ റസൂല് ഉത്തമമല്ലാത്തത് തടയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തമം ഇന്നതാണെന്നൊരു പ്രവാചകൻ പറയുക, എന്നിട്ട് ഉത്തമമല്ലാത്തതിലേക്ക് പോകുന്നത് തടയുകയും ചെയ്യരുതെന്ന് റസൂൽ പറയുക. ഇത് രണ്ടും കൂടി റസൂൽ പറയുമോ? രണ്ടും കൂടി റസൂൽ പറയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു 34 ഹദീസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ 34 ഹദീസിലും ഉള്ളത് വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണിത്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഈ 34 ഹദീസുകളിൽ വെറും 3 ഹദീസിന്റെ തലക്കൽ മാത്രമേ ഈ ടെക്സ്റ്റ് ഉള്ളൂ. അബൂദാവൂദിന്റെ ഉദ്ധരിച്ച ഹദീസിന്റെ തലക്കലാണ് ഇതുള്ളത്. പിന്നെ മറ്റു ഒരു ഹദീസ് ഗ്രന്ഥത്തിലെ 2 ഹദീസ്, അങ്ങനെ 34 ഹദീസുകളിൽ വെറും 3 ഹദീസിന്റെ തലക്കൽ മാത്രമാണ് ഈ ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന ടെക്സ്റ്റ് ഉള്ളത്, ഭാഗമുള്ളത്. ബാക്കി 31 ഹദീസിലും ഈ ഭാഗം ഇല്ല. ആ ഭാഗം ഇല്ലാതെയാണ് റസൂൽ പറയുന്നത്. അപ്പൊ റസൂൽ ഇത് പറയാൻ സാധ്യതയില്ല. കാരണം റസൂൽ അതിൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഉത്തമം ഇതാണെന്ന് പറയുക, എന്നിട്ട് ഉത്തമമല്ലാത്തതിലേക്ക് പോകുന്നത് തടയുകയും ചെയ്യരുതെന്ന് പറയുക. അത് റസൂലിന് പറ്റിയ പണിയല്ല. റസൂൽ അത് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. റിപ്പോർട്ട് ചെയ്ത ആളുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തതാകാനേ സാധ്യതയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കച്ചിത്തുരുമ്പൊന്നും വെച്ചിട്ട് അള്ളാഹിൻ്റെ റസൂൽ ആവർത്തിച്ച് പറഞ്ഞ ഈ കാര്യത്തിന് തടയിടാൻ ഇവർ വിചാരിച്ചാൽ നടക്കില്ല. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ 150ഓളം ഹദീസുകൾ
ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്റെ ഭാര്യമാരടക്കം പകലും രാത്രിയിലുമടക്കം ഈദ്ഗാഹിലേക്കടക്കം നമസ്കാരത്തിന് പോയതിൻ്റെ കണ്ണ് മിഴിച്ച് കിടക്കുന്ന 150 ഹദീസുകൾ ഹദീസ് ഗ്രന്ഥത്തിലുണ്ട്. പോയതിൻ്റെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാന്റെ റസൂല് ഒരു കാര്യം ഖൈർ ഇന്നതാണെന്ന് പറയുക. ഏത്? വീട്ടിൽ നിസ്കരിക്കുന്നതാണെന്ന് ഖൈർ എന്ന് അള്ളാന്റെ റസൂല് പറയുക. എന്നിട്ട് അള്ളാന്റെ റസൂലിനെ അങ്ങേറ്റം സ്നേഹിക്കുക. എത്രത്തോളം ഇവർ പറയുന്നത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പലെടുത്ത് ഇവർ മേത്ത് തൂക്കുമായിരുന്നു. പ്രവാചകൻ ഒളു എടുത്ത വെള്ളം ഇവർ അങ്ങനെ തന്നെ കുടിക്കുമായിരുന്നു എന്നൊക്കെ പറയുമാറ് അങ്ങേയറ്റം പ്രവാചകനെ സ്നേഹിച്ച സഹാബി വനിതകൾ ഉത്തമം അള്ളാന്റെ റസൂൽ ഇതാണ് എന്ന് പറഞ്ഞിരിക്കെ ഇത്ര വ്യാപകമായി അവർ പള്ളിയിലേക്ക് പോകുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഈ സഹാബി വനിതകൾ റസൂല് പറഞ്ഞിരിക്കുന്ന ഉത്തമം ഇതാണെന്ന്, വീട്ടിൽ നിൽക്കലാണ് ഉത്തമം എന്ന് റസൂല് പറഞ്ഞിരിക്കെ പ്രവാചകൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സഹാബി വനിതകൾ പിന്നെ പള്ളിയിലേക്ക് ചെല്ലൂലല്ലോ. ചെന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, മുസ്നദ് അഹമ്മദിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തുർമുദിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഏതാനും ഹദീസുകൾ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഉദ്ധരിച്ചു. 150ഓളം ഹദീസുണ്ട്. അപ്പോ സഹാബി വനിതകൾ അത് ചെയ്യില്ല. കാരണം അവരുടെ ശ്രദ്ധയിൽ എന്ത് പെട്ടിട്ടില്ല, ഇതില്ല. റസൂൽ ഇത് പറഞ്ഞതായിട്ട് അവർക്കറിയില്ല. റസൂൽ ഇങ്ങനെ ഉത്തമോന്ന് പറഞ്ഞതായിട്ട് അവർക്കറിയില്ല. കാരണം റസൂൽ അത് പറഞ്ഞിട്ടില്ല. കാരണം രണ്ടും കൂടി റസൂൽ പറയില്ല. മറ്റൊന്ന്, പ്രവാചകൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ അവരുടെ ശ്രദ്ധയിൽ റസൂൽ ഖൈർ വീട്ടിൽ നിസ്കരിക്കലാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ ഭാര്യമാരെ പറഞ്ഞുവിടുമോ? വീട്ടിലേക്ക് പള്ളിയിലേക്ക് പറഞ്ഞുവിടുമോ? ഒന്ന് ചിന്തിക്കണ്ടേ നമ്മൾ. അവർ ഭാര്യ, പ്രത്യേകിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അനുവദനീയമായതുപോലും ചില സമയത്ത് പിടിച്ചു മുറുക്കുന്ന ഒരാളാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അനുവദിക്കപ്പെട്ട കാര്യം പോലും. പക്ഷേ ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അടക്കം പള്ളിയിൽ പോയിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അപ്പൊ എത്രത്തോളം ഗൗരവം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈദ്ഗാഹിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഹദീസ് ഉദ്ധരിച്ചിരുന്നു. ഈദ്ഗാഹിലേക്ക് 2 പെരുന്നാൾ നമസ്കാരത്തിനായി പോകുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് തുടങ്ങുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു എന്നാണ്. ഒരു വശത്ത് റസൂൽ ഉത്തമം വീടാണെന്ന് പറയുകയും മറുവശത്ത് കൽപ്പിക്കുമോ? ഈദ്ഗാഹിലേക്ക് പോകാൻ കൽപ്പിക്കും നിങ്ങൾക്ക് തോന്നുന്നോ? ഇത് റസൂൽ അങ്ങനെ പറയില്ല. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഇത്രയും വ്യാപകമായി സഹാബി വനിതകൾ പള്ളിയിൽ പോകാനുള്ള കാരണം. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് ഉത്തമം പറയും, മറു സ്ഥലത്ത് അമറന എന്ന് പറയും. അമറന എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ്. ആ ഹദീസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വനിതകളെ ഒരു നമസ്കാരത്തിനും പള്ളിയിൽ പോകുന്നതിൽ നിന്ന് തടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് അവരുടെ അവകാശമാണ്. തടയരുത് എന്ന് എന്നോട് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ അവകാശമാണത്. എനിക്ക് തടയാനുള്ള അവകാശം ഇല്ല അവളെ, എന്ത് ന്യായങ്ങൾ പറഞ്ഞാണെങ്കിലും. അതുമാത്രമല്ല, അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ ഒരു ബേസിക് തത്വം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിലൊരു കാര്യം ഹറാമു ഹലാലാക്കാനുള്ള അവകാശം അള്ളാഹ്ക്കേ ഉള്ളൂ, പിന്നെ റസൂലിനെ ഉള്ളൂ. വേറെ ഒരാൾക്കും ഇത് ഹറാമാക്കിയ കാര്യം ഹലാലാക്കാനോ ഹലാലാക്കിയ കാര്യം ഹറാമാക്കാനോ അവകാശമില്ല. അങ്ങനെ ആണ് ഇവർ ചെയ്യുന്നത്. ഹറാമാണെന്നൊക്കെ ലാഘവത്തോടുകൂടി അങ്ങോട്ട് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഹറാമാക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. സൂറത്തു തൗബയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധിക പേരും നിങ്ങളുടെ സമ്പത്ത് അന്യായമായി കൈക്കലാക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യുന്നവരായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദപ്രമാണത്തിൽ പറഞ്ഞു വച്ച കൂട്ടത്തിലാണോ ഇവർ പെടുന്നത് എന്ന് നമുക്ക് സംശയിക്കും വിധമാണ് ഇവരുടെ വർത്തമാനം. ഇത്രയും പച്ച വെളിച്ചത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളെ ഇത്രയും പച്ചയായി മറച്ചുപിടിക്കാൻ പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ശ്രമിക്കുമ്പോൾ
നമുക്ക് പറയാൻ തോന്നിപ്പോകുന്നത് അങ്ങനെയാണ്. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറു അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്നു ഇത് ഹറാമാണ്, ഇത് ഹലാലാണ് എന്ന് നിങ്ങൾ അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്നത് ലിതഫ്തറു അലല്ലാഹിൽ കദിബ, അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയലാണത്. നിങ്ങൾക്ക് വായി തോന്നിയതുപോലെ ഇത് ഹറാമ്, ഇത് ഹലാല്, ഇത് ബിദ്അത്ത്, ഇതെന്നൊക്കെ പറയുന്നത് ആരും അത് ചെയ്യരുത്. അത് അള്ളാന്റെ പേരിൽ കളവ് കെട്ടി പറയലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ കളവ് കെട്ടി പറയുന്നവർ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അവർക്ക് തുച്ഛമായ ഭൗതിക വിഭവങ്ങളുണ്ടാകും. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷക്ക് അവർ വിധേയരാകുകയും ചെയ്യും. അതുകൊണ്ട് തോന്നിയതുപോലെ ഒരു ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഹറാമും ഹലാലും വിധിക്കൽ. അതിൻ്റെ സുപ്രീം അതോറിറ്റി അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ റസൂലാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ മുൻഗാമികൾ ന്യായമായ കാര്യങ്ങൾക്ക് പോലും, ഹറാമാണെന്ന് വിധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പോലും അവർ ഹറാമാണെന്ന് വിധിച്ചിരുന്നില്ല. അവർ അതിന് പകരം പറഞ്ഞിരുന്നത് എനിക്കതിനോട് താല്പര്യമില്ല, യോജിപ്പില്ല, എനിക്കിതിനോട് വിയോജിപ്പാണുള്ളത് എന്നാണ് പറയാറ്. കാരണം എന്തെന്നറിയാമോ, ഈ ഹറാം ഹലാൽ വിധി എന്ന് പറഞ്ഞാൽ സ്വയം ശാരിയാവലാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശാരിയ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത ഒരാളും ശാരിയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇവർ ഉപയോഗിക്കുന്ന മറ്റൊരു കച്ചിത്തിരുമ്പാണ്. ആദ്യം ഉപയോഗിക്കുന്ന വ്യാപകമായിട്ട് പറയുന്ന ഒരു കച്ചിത്തിരുമ്പിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഉത്തമം വീടാണെന്ന് പറയുന്നത്. ഇനി അതിനും വേറെ ചില ഒരുപാട് ന്യായങ്ങളും ആ ഹദീസിനെ കുറിച്ചുള്ള വേറെ ഒരുപാട് വിശകലനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സാങ്കേതികമായ രീതികളായതുകൊണ്ടാണ് ഞാനിതിവിടെ പറയാത്തത്. മറ്റു ചില കാര്യങ്ങളും കൂടി അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ അങ്ങനെ നിന്ന് പറഞ്ഞതല്ലേ തോന്നുന്നു. നിങ്ങൾക്ക് പഠിക്കാം. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, കേട്ടത് വിഴുങ്ങി പോവുകയല്ല. അള്ളാഹു നമുക്ക് സുബ്ഹാനഹു വ തആല തന്ന ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്. ഇതൊക്കെ വെച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഭാര്യമാരെ കുട്ടി പള്ളിയിൽ വരണം പരമാവധി വെള്ളിയാഴ്ച. കാരണം അവർക്ക് കിട്ടുന്ന ഒരു ഉത്ബോധനാണിത്. നമ്മുടെ ഒപ്പം അവർക്കും കിട്ടട്ടെ. അത് കിട്ടിയെന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കുക? എന്നാൽ നിർബന്ധിച്ച് അവളെ കൊണ്ടുവരണമെന്നല്ല നമ്മൾ പറയുന്നത്. ഒട്ടേറെ ഗുണങ്ങൾ പള്ളിയിൽ വരുന്ന സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അനുഭവം ഈ ഉള്ളവന് പോലും വ്യക്തമായിട്ട് ഉള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കുമുണ്ട്. അതുകൊണ്ട് സമയമുള്ളവർ പള്ളിയിലേക്ക് വരുമ്പോൾ കാറിൽ അല്ലെങ്കിൽ വാഹനത്തിൽ സ്വന്തം ഭാര്യയും കൂടി കൊണ്ടുവരിക. അവരും കേൾക്കട്ടെ ഉത്ബോധനം. ഇവിടെ മലയാളത്തിലാണല്ലോ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇതൊന്നും മലയാളത്തിലൊന്നും പറയാത്തടത്തേക്ക് പോയിട്ട് ചിലപ്പോൾ പ്രത്യേകിച്ച് പുണ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. ഇവിടെ പുണ്യമുണ്ട്. ഇത്തരം മലയാളത്തിൽ സംസാരിക്കുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് തിരിഞ്ഞു നിന്ന് ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്ന അത്തരം ഉത്ബോധനങ്ങൾ നമ്മുടെ ഭാര്യയും കൂടി കേൾക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു പുൽക്കൊടി. ആ പുൽക്കൊടി എന്താണെന്നറിയാമോ? ഇവിടെ ആകെ ഫിത്തനയാണ്. ഇവർ പറയാറുള്ളത് അതാണ്. ഇവിടെ ആകെ ഫിത്തനയാണ്. സമകാലീന സംഭവ വികാസങ്ങൾ ഉദ്ധരിക്കും. അവിടെ ആ പെണ്ണിനെ കയറി പിടിച്ചു, ഇവിടെ ഈ സംഭവങ്ങൾ ഉണ്ടായി, സിനിമാ മേഖലയിൽ അങ്ങനെ ഉണ്ടായി, സിനിമാ നടനെ കുറിച്ച് ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ആകെ ഫിത്തനയാണെന്ന് പറയും. അപ്പോൾ കേട്ട് നമുക്ക് തോന്നും, നമ്മളും മീഡിയകളൊക്കെ കാണുന്നതാണല്ലോ, ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല. ഇവിടെ ആകെ ഫിത്തനയാണ്. നമ്മൾ അംഗീകരിക്കുന്നു ഇവിടെ ആകെ ഫിത്തനയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? ഇവർ പറയണേ, ഇങ്ങനെ പറയാണ്, ഇവിടെ ആകെ ഫിത്തനയാണ്, അതുകൊണ്ട് ഇനി പെണ്ണുങ്ങൾ പുറത്തോട്ട് ഇറങ്ങരുത് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കാം. ഇവിടെ ഫിത്തനയാണ്, അതുകൊണ്ട് സ്ത്രീകൾ ഇനി പുറത്തോട്ട് ഇറങ്ങരുത് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. പക്ഷെ അതല്ല ഇവർ പറയുന്നത്. ഇവിടെ ആകെ ഫിത്തനയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോകാം, കോളേജിൽ പോകാം. ഇവിടെ ആകെ ഫിത്തനയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാം. ഇവിടെ ആകെ ഫിത്തനയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആളുകൾ തിങ്ങിക്കൂടുന്ന വലിയ വലിയ മാളുകളിലേക്കും പോകാം. ഫിത്തനയാണ്, നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പോകാം, ഫാബ്രിക്സിൽ പോകാം. ഇവിടെ മൊത്തം ഫിത്തനയാണ്, നിങ്ങൾക്ക് കല്യാണത്തിന് പോകാം.
ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് പോകാം, വഅലിന് പോകാം, മജ്ലിസുന്നൂറിന് പോകാം, ഉറൂസിന് പോകാം, ചന്ദനക്കുടത്തിന് പോകാം. മൊത്തം ഇവിടെ ഫിത്നയാണ്. ദുആ സമ്മേളനങ്ങൾക്ക് പോകാം, ദിക്ർ സലാത്ത് മജ്ലിസുകളിലേക്ക് പോകാം. ഇവിടെ മൊത്തം ഫിത്നയാണ്. പക്ഷേ നിങ്ങൾക്ക് മക്ബറ സിയാറത്തിന് പോകാം. ലോകം ആകെ ഫിത്നയാണ്. പക്ഷേ നിങ്ങൾക്ക് ചരിത്ര ഭൂമിയിലേക്ക് സഞ്ചരിക്കാം. നിങ്ങൾ ഫിത്ന കൊണ്ട് നിങ്ങൾക്ക് ആകെ പോകാൻ പാടില്ലാത്ത ഒരേ ഒരിടം അള്ളാന്റെ പള്ളി മാത്രമാണ്. അള്ളാന്റെ പള്ളി മാത്രമാണ് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരേ ഒരിടം. ഇവർ പറയുന്ന കേട്ട തോന്നും ഉള്ള ഫിത്നയുടെ കേദാരവും കേന്ദ്രവുമാണ് അള്ളാന്റെ മസ്ജിദ് എന്ന് തോന്നിപ്പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവസാനം ഇപ്പൊ എവിടം വരെ പോകാം? 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം കാസർഗോഡ് കുനിയിൽ അവിടെ എവിടെയോ നടക്കുന്നുണ്ട്. അവിടെ ഒരു ഇന്റർനാഷണൽ എക്സ്പോ, ഗ്ലോബൽ എക്സ്പോ നടക്കുന്നുണ്ട്. അവിടെയും പോകാം പെണ്ണുങ്ങൾക്ക്. കാരണം ടിക്കറ്റ് ബുക്കിംഗ് ഉടനെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലുള്ള വാർത്തയാണത്. ഇന്നത്തെ പത്രത്തിലുള്ള വാർത്തയാണ്. ആ ഇന്റർനാഷണൽ എക്സ്പോയിൽ അവർക്ക് സന്ദർശിക്കാൻ പ്രത്യേക ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. നമുക്ക് ഞാൻ പറയുന്നത് അവർ പോകണം, ആ ഗ്ലോബൽ എക്സ്പോ അവർ കാണണം, ആ അത്ഭുതങ്ങൾ അവർ മനസ്സിലാക്കണം. പക്ഷേ ഈ ഫിത്ന പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പള്ളി ഹറാമാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് പാടില്ല? അതിന് പോകാൻ പാടില്ല. കാരണം ആകെ ഫിത്നയാണ്. ഇത് ഇന്നലത്തെയും മിനിഞ്ഞാത്തെയും പത്രത്തിലെ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ഫിത്ന പറഞ്ഞുകൊണ്ട്, ഈ ഫിത്നയൊക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ട ജനതയെ കബളിപ്പിക്കുന്ന, ഈ പാവപ്പെട്ട ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, അതിന് മുൻതൂക്കം കൊടുക്കുന്ന ആളുകൾ നടത്തുന്ന പത്രങ്ങളിൽ നിന്ന് ഇന്നലെയും മിനിഞ്ഞാന്നും എടുത്ത പത്ര കട്ടിങ്ങാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അവിടെ കൊടുത്തിരിക്കും അജ്മീർ, ഡൽഹി, ആഗ്ര, അഹമ്മദാബാദ് ജനുവരി 19 ഫെബ്രുവരി 2, ഹൈദരാബാദ്, ബീജാപ്പൂർ, അജ്മീർ, ബറേലി, ഡൽഹി, കിച്ചൗ ഷെരീഫ്, സർഹിന്ദ്, ദേവാ ഷെരീഫ്, കാലിയാർ ഷെരീഫ്, ഫത്തേപൂർ സിക്രി ഫെബ്രുവരി 8 പോകും. ഔറംഗാബാദ്, ഗുൽബർഗ, ബീജാപ്പൂർ, മുംബൈ, ഹൈദരാബാദ് ഡിസംബർ. ഫാമിലികൾക്ക് സൗകര്യം ഉണ്ടാകും. അവിടെ ഒന്നും ഫിത്നയില്ല. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏർവാടി, നാഗൂർ, മുത്തുപേട്ട എല്ലാ ബുധനാഴ്ചയും അതിൻ്റെ അടിയിൽ നമുക്ക് നോക്കാം, പണ്ഡിത നേതൃത്വം ഉണ്ടാകും, ഫാമിലിക്ക് സൗകര്യം ഉണ്ടാകും. അവിടെ ഒന്നും ഫിത്നയില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത് ഖുതുബ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല, അതിൻ്റെ പ്രമാണങ്ങളാണ്. അതിൻ്റെ 2 ദിവസം മുമ്പുള്ള പത്രം ഞാൻ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ഇറാഖിന്റെ ചരിത്ര ഭൂമിയിലേക്ക്, ബാഗ്ദാദ്, നജഫ്, കർബല 2025 ഡിസംബർ 28 ആര് ഇദ്ദേഹം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? അന്ന് അതേസമയം സ്വസ്ഥമായി, ശാന്തമായി, നിർഭയമായി അവൾക്ക് വന്നിരുന്ന് നമസ്കരിക്കാനോ ഖുതുബ കേൾക്കാനോ സൗകര്യമുള്ള പള്ളിയിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ ഈ പെരുമ്പാവൂര് നടന്ന ഒരു മജ്ലിസുന്നൂറിന്റെ ഒരു പരസ്യം, നമ്മുടെ ഈ പെരുമ്പാവൂർ നടന്ന പത്രത്തിലൊരു വാർത്ത നിങ്ങൾ കേട്ട് നോക്കൂ. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കും മജ്ലിസുന്നൂർ ആത്മീയ സദസ്സ്. മജ്ലിസുന്നൂറിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. മാടവന മക്കാമിന് സമീപമുള്ള സമസ്ത ജില്ലാ കാര്യാലയത്തിലാണ് സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അവിടെയും പോകാൻ പറ്റാത്ത ഒരിടവും ഇല്ല. പോകാൻ പറ്റാത്ത ഏക ഇടം എന്താണ്? ഈ പറഞ്ഞ പള്ളി മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിക്കണം. എല്ലാ വഖത്തിലും ഭാര്യനെ വിളിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞത്. അവർക്കൊരു ഉത്ബോധനം കിട്ടുന്ന സന്ദർഭമാണ് ജുമാ പോലുള്ള സന്ദർഭങ്ങൾ. അവർക്ക് കുടുംബസമേതം ഒന്നിച്ച് അള്ളാഹുവിനെ സ്മരിക്കാൻ പോകാൻ കിട്ടുന്ന സന്ദർഭങ്ങളാണ് ഈദ്ഗാഹിലേക്ക് നമസ്കാരത്തിന് പോവുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഹാബികളിൽ പലരും ഈദ് നമസ്കാരം നിർബന്ധമാണെന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമാണെന്ന് വിശ്വസിച്ചിരുന്ന സഹാബികൾ വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മനക്കുത്വം ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതില്ല. ഒരു മനക്കുത്തും നമ്മുടെ ഭാര്യയുമായി പള്ളിയിൽ പോകാൻ. ഇനിയും ചില സംഗതികളുണ്ട്. യാത്രാമധ്യേ നമസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യാത്രക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള സൗകര്യം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം അതിലൊക്കെ നമ്മൾ പോകുന്നില്ല. നമ്മൾ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പറഞ്ഞത് അപ്പടി വിഴുങ്ങി പോകണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ പള്ളിയിൽ പോകാമെന്ന കാര്യം മാത്രമല്ല തിരിയുക. അത്യാവശ്യത്തിന് പല സത്യങ്ങളും നമ്മുടെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട് പലരും എന്ന ബോധ്യം നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ആ ദിശയിൽ ഒരു ശ്രമം നിങ്ങൾ നടത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം നമ്മുടെ ഭാര്യമാരെ
പള്ളിയിലേക്ക് പോകുമ്പോൾ ജുമയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അവിടെയും നമ്മൾ അത്രേ പറയുന്നുള്ളൂ, അവർക്ക് സൗകര്യമുണ്ട്, അവർക്ക് വേറെ തിരക്കുകളൊന്നുമില്ല എങ്കിൽ വാ നമുക്കൊന്നിച്ച് പള്ളിയിൽ പോകാം, ആ ഉത്ബോധനം നമുക്കൊന്ന് കേൾക്കാം എന്ന് പറയുമ്പോൾ നമ്മളറിയാത്ത മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർക്കുണ്ടാവുകയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഇൽമുകൾ അവർക്ക് ഇതിലൂടെ ആവാഹിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.